ഹായ്, വെൽക്കം ബാക്ക് ടു നതാഷ ബ്ലോഗ്. ഇന്ന് ഞങ്ങളുടെ ഇടവകപ്പള്ളി ചെട്ടിക്കാട് വിശുദ്ധ മറിയ ഗുരുത്തി ചർച്ചിൽ കൊടിയേറ്റമാണ്. അപ്പോൾ കൊടിയേറ്റത്തിന് വേണ്ടി വന്നിരിക്കുവാണ്. ഏകദേശം 7 മണിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൊടിയേറ്റം കാണാൻ വേണ്ടി ഞാനും ആൻറ്റിമാരും എല്ലാവരുമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ വന്നപ്പോൾ ഗ്രോട്ടോയിൽ കയറി വിശുദ്ധ മറിയ ഗുരുത്തിയുടെ അടുത്ത് പൊന്നൂസ് പ്രാർത്ഥിച്ച് രൂപമൊക്കെ മൊത്തി ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് ചെല്ലുക. അങ്ങനെ പള്ളിയിൽ കയറാൻ പോവാണ്. അവിടെ ചെന്നപ്പോഴേക്കും തന്നെ ഏകദേശം കൊടിയേറ്റത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ നൊവേന നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നൊവേനയ്ക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് പൊന്നൂസിന് സ്കൂളിൽ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി. അതുകൊണ്ട് നൊവേന റാലിക്കൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ നൊവേനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുവാണ് കൊടിയേറ്റത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മാമ്മ പൊന്നൂസും കുക്കും എല്ലാം പ്രസിഡൻറ്റിമാരാണ് പെരുന്നാളിൻ്റെ. അപ്പോൾ അതിനൊരു കിരീടമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മാമ്മ നൊവേനയ്ക്കൊക്കെ ചെന്ന് ഇരുന്നപ്പോഴേക്കും കിരീടമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും അത് പിള്ളേർക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ കൊടിയേറ്റത്തിനുള്ള സമയമായി. പൊന്നൂസ് ഫുൾ വൈബിൽ കിടന്ന് ഓടുക. അങ്ങനെ കൊടിയേറ്റത്തിനുള്ള സമയമായി. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണ്ട ആവശ്യങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്ന ഭയങ്കര ശക്തിയുള്ള വിശുദ്ധ മറിയ ഗുരുത്തി അമ്മയാണ്. ഈ സമയത്ത് നമുക്ക് വേണ്ട ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം പ്രാർത്ഥിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാം സാധിച്ചു തരും. എല്ലാവർക്കും ഒത്തിരി വിശ്വാസമുള്ള വിശുദ്ധ മറിയ ഗുരുത്തി അമ്മയാണ്. അപ്പോൾ ഏകദേശം കൊടിയേറാൻ സമയമായി. അങ്ങനെ കൊടിയേറ്റം കഴിഞ്ഞു. വെടിക്കെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊന്നൂസ്. അങ്ങനെ വെടിക്കെട്ടിൻ്റെ ഇടയിൽ കൂടി തന്നെ നടന്നങ്ങ് നടക്കുവാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ താഴെ ചെറിയൊരു ഈശോയുടെ രൂപമുണ്ട്. അവിടെ ചെന്നു. അവിടെ പോയി തൊട്ടി മൊത്തി ഓടി വന്ന് അങ്ങനെ പിന്നെയും വെടിക്കെട്ട് കണ്ടുകൊണ്ടിരിക്കുക. പൊന്നൂസ് മാത്രമല്ല, നമ്മുടെ കുക്കുപ്പെണ്ണും ഉണ്ട് കൂടെ. അങ്ങനെ കുക്കുപ്പെണ്ണും പൊന്നും കൂടി പൊന്നു ചേച്ചിയും കൂടി വെടിക്കെട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് പള്ളിയിലേക്ക് കയറുവാണ് അച്ഛനും എല്ലാവരും. കുർബാനയ്ക്ക് സമയമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ കൊടിയേറ്റത്തിൻ്റെ വ്ലോഗാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.